വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജ്ഞാനപുസ്തകത്തിൻ്റെ 10-ാം അധ്യായം ജ്ഞാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചരിത്രത്തിലൂടെ വിവരിക്കുന്നു. ജ്ഞാനം ആദിമകാലം മുതൽ നീതിമാന്മാരെ രക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്തതായി കാണിക്കുന്നു. ജ്ഞാനം ആദാമിനെ രക്ഷിച്ചു, അവൻ്റെ വീഴ്ചയ്ക്ക് ശേഷം അവനെ സഹായിച്ചു. ജ്ഞാനം നീതിമാനായ ആബേലിനെ സംരക്ഷിച്ചു, എന്നാൽ കായന്റെ കൊലപാതകത്തെ ശിക്ഷിച്ചു. ജ്ഞാനം നീതിമാനായ നോഹയെ രക്ഷിച്ചു, പ്രളയത്തിൽ അവനെ സുരക്ഷിതനാക്കി. ജ്ഞാനം നീതിമാനായ അബ്രഹാമിനെ രക്ഷിച്ചു, അവനെ പരീക്ഷണങ്ങളിൽ വിജയിപ്പിച്ചു. ജ്ഞാനം യാക്കോബിനെ വഴികാട്ടി, അവനെ സുരക്ഷിതനാക്കി. ജ്ഞാനം നീതിമാനായ ലോത്തിനെ രക്ഷിച്ചു, സൊദോം ഗൊമോറയുടെ നാശത്തിൽ നിന്ന് അവന് വിടുതൽ നൽകി. ജ്ഞാനം ഇസ്രായേലിലെ മരുഭൂമിയിൽ വഴികാട്ടി, അവർക്ക് നിയമവും പ്രകാശവും നൽകി. ജ്ഞാനം ചരിത്രത്തിലുടനീളം നീതിമാന്മാരെ രക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതിഫലനമാണ് എന്ന് വ്യക്തമാക്കുന്നു. ജ്ഞാനപുസ്തകത്തിൻ്റെ 11-ാം അധ്യായം ദൈവത്തിൻ്റെ ജ്ഞാനവും കരുണയും, അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന വിധവും ദുഷ്ടരെ ശിക്ഷിക്കുന്ന വിധവും വിവരിക്കുന്നു. പ്രത്യേകിച്ച് മരുഭൂമിയിൽ ദൈവം ഇസ്രായേലർക്ക് വെള്ളം നൽകിയ സംഭവവും ദൈവത്തിൻ്റെ നീതിയും കരുണയും തമ്മിലുള്ള ബന്ധവും ഇവിടെ പ്രതിപാദിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം ജനങ്ങളെ രക്ഷിക്കുകയും ദുഷ്ടരെ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും ഇവിടെ വിവരിക്കുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. ജ്ഞാനപുസ്തകം 11-ാം അധ്യായം 24-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.